ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇത് റെസിപ്പി ഇരുന്ന് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എളുപ്പത്തിലുള്ളൊരു ചിക്കൻ ടിക്ക റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ റെസിപ്പീസ് ഇട്ടിട്ട് കുറച്ചായി അല്ലേ, അപ്പം ഞാൻ എന്തായാലും ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി നോക്കിയിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പം ഈ ഡിഷ് ഓൾറെഡി ഒരു 2-3 പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ സൂപ്പർ കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ. വളരെ ഈസിയാണ്, സൂപ്പർ യമ്മിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കില്ലേ ഗ്രീൻ ചട്നിയുടെ ഒക്കെ കൂടെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ടിക്ക, അതേ ടേസ്റ്റാണ് ഈ നമ്മൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പിയിലോട്ട് പോവാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ കീപ് സപ്പോർട്ടിങ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വിത്ത് ബോൺസ് ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഞാൻ ബോൺലെസ് അല്ല, വിത്ത് ബോൺസ് ആണ്. 750 ഗ്രാം ഉണ്ടാവും ഏകദേശം. പിന്നെ ചേർക്കേണ്ട, അതായത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കേണ്ട പൊടികൾ, ആദ്യം കശ്മീരി ചില്ലി പൗഡർ നല്ല കളറിന് വേണ്ടിയിട്ട് ഒരു 2.5 to 3 ടീസ്പൂൺ വരെ ചേർക്കാം. മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിരിക്കുന്നതാണ് 2 ടീസ്പൂൺ. പിന്നെ ഈ വെളുത്തുള്ളി തൊലിയോടുകൂടിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ തൊലി മാറ്റിയിട്ടാണെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കേർഡ്. അപ്പോൾ കേർഡ് എത്രയാണെന്നുള്ളത് നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ നോക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറായി. അതായത് 2 o'clock വെച്ചതാണ്, ഇപ്പോൾ 3:40 ആയി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കൻ വേവുന്ന ഒരു പാകം, ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈയും വേണ്ട, എന്നാൽ തീരെ എണ്ണ ഉപയോഗിക്കാതെ ഇല്ല. ഇച്ചിരി എണ്ണ ഉപയോഗിച്ച് നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് സ്റ്റഫ് ചെയ്യണ്ട പാൻ, പിന്നെ അത് വെന്ത് നമുക്ക് തിരിച്ചിടാനൊക്കെ മറിച്ചിടാനൊക്കെ പാടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് സ്പേസ് വിട്ടിട്ട് 2-3 ബാച്ചായിട്ട് നമ്മൾ വറുത്തെടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോൾ ഒരു പാനിൽ 1, 2, 3, 4, 5, 6 പീസസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡായി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സൈഡ്സ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ തീ ഒരുപാട് ലോയും അല്ല ഹൈയും അല്ല, ചെറിയൊരു മീഡിയം ഹൈയിൽ, അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബാച്ച് ഇവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാച്ച് ഞാനിവിടെ രണ്ടാമത് ഇട്ടിട്ടുമുണ്ട്. അപ്പം ഈ ഒരു പാകമാണ് കറക്റ്റ്. അതായത് ഒരു ചെറിയൊരു സ്മോക്ഡ് ഫീൽ, എന്നാൽ നന്നായിട്ട് കുക്കായിട്ടും ഉണ്ടാവണം, നല്ല റോസ്റ്റും ആയിട്ടുണ്ടാവണം. അപ്പോൾ നല്ലൊരു ടിക്ക ഫീൽ കിട്ടും ഈ ഒരു ചെറിയൊരു ബ്ലാക്കിഷ് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് പാകം. ഇനി ഞാൻ ഈ ഒരു ബാച്ചും പിന്നെ ബാക്കി നമ്മളുടെ ഇതിനകത്ത് ഒരു ഇച്ചിരിപ്പും കൂടി ബാക്കി ഇരിപ്പുണ്ട്. ഈ ഒരു ബാച്ച് കൂടി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ ടിക്ക വിത്ത് മയനൈസ് റെഡി ആയിട്ടുണ്ട്. മയനൈസ് ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ആണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഗ്രീൻ ചട്നി നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന അതാണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അല്ല, ഇത് വെറുതെ ചപ്പാത്തിയുടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ചിക്കൻ ടിക്ക വളരെ ഈസി, ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.